ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ശനിയാഴ്ച ഒരു മണിയാകുമ്പോൾ രാത്രി 1 മണിയാകുമ്പോൾ ഞങ്ങൾ മൈസൂർക്ക് ഒരു ഫാമിലി ട്രിപ്പ് പോയതാണ്. ഫാമിലി എന്ന് പറയുമ്പോൾ മുഴുവൻ ആൾക്കാരും ഇല്ല, കുറച്ച് പേരൊന്നുമില്ല. പക്ഷേ ഞാൻ പോകുന്നതൊക്കെ എനിക്ക് വീഡിയോ വേണമെങ്കിൽ എടുക്കാമായിരുന്നു. പക്ഷേ ഞാനൊരു വലിയൊരു വ്ളോഗറോ ഒന്നും അല്ലാത്തത് കൊണ്ട് എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ രാത്രി ഞങ്ങൾ ഇറങ്ങണതും ഞങ്ങളുടെ മേക്കപ്പും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് വലിയ വലിയ വ്ളോഗേഴ്സൊക്കെ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അത് അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തായിരുന്നു. കാരണം ഒരു വ്ളോഗിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൈസൂരിൽ പോയി അവരുടെ കാഴ്ചയൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനോടുള്ള മടിയും പിന്നെ അത്ര അറിയാത്തത് കൊണ്ടും ഉള്ളൊരു മിസ്റ്റേക്കാണിത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഷോർട്സ് ആയിട്ടായിരിക്കും എൻ്റെ ഇത് വരുന്നത്. പിന്നെ ഞങ്ങൾ ഡാൻസൊക്കെ അടിച്ച് പൊളിച്ചു. ബസ്സിൽ ഡാൻസ് എന്ന് പറയാൻ പറ്റില്ല, കൂടെ പാടി എന്ന് പറയാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിൽക്കാൻ സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ 15 പേരുടെ കൊള്ളുന്നൊരു ട്രാവലറായിരുന്നു. അപ്പോൾ അതിന് പറ്റിയൊരു ഡാൻസ് അങ്ങനെ കളിച്ചുള്ളൂ. കുറച്ച് നേരമൊക്കെ ഡാൻസ് കളിച്ചു. ദെൻ ഞങ്ങൾ ഒരു ശനിയാഴ്ച രാവിലെ 9 മണിയാകുമ്പോൾ ഇവിടെ എത്തി, മൈസൂർ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി പോണ വഴിക്ക് ഞങ്ങൾ മാൻ, ആന അങ്ങനെ സംഭവങ്ങളൊക്കെ കണ്ടു. പുലിയെ കണ്ടില്ല, കാണാൻ പറ്റിയില്ല. ദെൻ ഞങ്ങളൊരു അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റൂമിലെത്തിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഇതാണ് ഞങ്ങളുടെ റൂം. എല്ലാവർക്കും 3 ഫാമിലി ആയിരുന്നു. അപ്പോൾ 3 ഫാമിലിക്കും ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടായിരുന്നു. ഇതായിരുന്നു ശനിയാഴ്ചത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. എൻ്റെ കൂടെ ഒരു ബാഗി ജീൻസും ഒരു ബനിയനും ആയിരുന്നു. എൻ്റെ ബാക്കിലിരിക്കുന്നതാണ് എൻ്റെ ചേച്ചി, അച്ഛൻ, അമ്മ കുളിക്കാൻ കയറിയിരിക്കണം. ഇതാണ് ഞങ്ങൾ ആദ്യം പോയത്, സാൻഡ് മ്യൂസിയം എന്ന് പറഞ്ഞു. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കുറേ ഷോപ്സ് ഉണ്ട്. ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഷോപ്സും ഇതായിട്ടൊന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ആദ്യം പോയൊരു ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതിൻ്റെ കൂടെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, പെറ്റ് ഷോപ്പൊന്നും വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയായിരുന്നു അവിടുത്തെ കടകൾ. ചാമുണ്ടേശ്വരി ക്ഷേത്രം കണ്ട് പിന്നെ ഇവിടെ കയറിയത്. പിന്നെ ഞങ്ങൾ ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ കയറി. ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്. അടുത്തത് നെക്സ്റ്റ് ഷോട്ടിൽ കാണാം കേട്ടോ. ബൈ.